ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ ബൂട്ട് അഴിച്ചു വെച്ചാൽ പിന്നെ എന്ത് ചെയ്യും? പരിശീലകനാകുമോ അതോ പുതിയൊരു വെല്ലുവിളിയിലേക്കോ? കളിക്കാരൻ എന്ന നിലയിൽ ലോകത്തെ കീഴടക്കിയ റൊണാൾഡോ വിരമിച്ച ശേഷം ഫുട്ബോളിൽ തന്നെ മറ്റൊരു സാമ്രാജ്യം പണിയാനുള്ള ഒരുക്കത്തിലാണ്. എങ്ങനെയെന്നറിയാം. ഖിലാഫ് അഹമ്മദ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ കാണാം. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡുകളിൽ ഒന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. എന്നാൽ കളിക്കാരൻ എന്ന അധ്യായം അവസാനിക്കുമ്പോൾ റോണോയുടെ ലക്ഷ്യം പരിശീലകന്റെ ഡഗ്ഔട്ട് അല്ല, മറിച്ച് ക്ലബ് ഉടമയുടെ ചെയറാണ്. ഫുട്ബോൾ ഇതിഹാസങ്ങളിൽ പലരും വിരമിച്ച ശേഷം പരിശീലകരാകുന്ന പതിവുണ്ട്. പക്ഷേ റൊണാൾഡോ ആ വഴി തന്റേതല്ലെന്ന് പല ഇന്റർവ്യൂകളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പരിശീലകന്റെ ദൈനംദിന സമ്മർദ്ദവും ജീവിതശൈലിയും തനിക്ക് യോജിക്കുന്നതല്ലെന്നാണ് റോണോയുടെ നിലപാട്. പകരം ക്ലബ്ബുകൾ വാങ്ങി അവയെ നയിക്കാനാണ് ക്രിസ്ത്യാനോയുടെ ആഗ്രഹം. ക്ലബ് ഉടമയെന്ന സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് ഇതിനകം നടത്തിക്കഴിഞ്ഞു CR7. തന്റെ സ്പോർട്സ് ഹോൾഡിംഗ് കമ്പനിയായ CR7 സ്പോർട്സ് ഇൻവെസ്റ്റ്മെന്റ് വഴി സ്പാനിഷ് ക്ലബ് UD അൽമേരിയയുടെ 25% ഓഹരികൾ റൊണാൾഡോ സ്വന്തമാക്കി കഴിഞ്ഞു. നിലവിൽ കളിക്കുന്ന അൽ നസ്റിലും വലിയ ഓഹരി സ്വന്തമാക്കാനുള്ള നീക്കങ്ങളും ഇതിഹാസം നടത്തുന്നുണ്ട്. വൻ ശമ്പളത്തിൽ സൂപ്പർ താരങ്ങളെ എത്തിച്ച അൽ നസർ ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. $213 ദശലക്ഷം ബാധ്യതയുള്ള ക്ലബിന്റെ ഓഹരികൾ വിൽക്കാൻ സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് തയ്യാറെടുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മുൻ അൽ നസർ പ്രസിഡന്റ് ഇബ്രാഹിം അൽ മുഹൈദിബും പ്രമുഖ നിക്ഷേപകരും ചേർന്ന സംഘത്തിനൊപ്പം റൊണാൾഡോയും ക്ലബിൽ നിക്ഷേപിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതെല്ലാം വെറും ക്ലബ് വാങ്ങൽ മാത്രമല്ല, റൊണാൾഡോയുടെ യഥാർത്ഥ ശക്തി ആഗോള ആരാധക വൃന്ദമാണ്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമായി 100 കോടിയിലധികം ഫോളോവേഴ്സുള്ള റൊണാൾഡോയുടെ സ്വാധീനം അൽമേരിയയിലേക്കും അൽ നസറിലേക്കും എത്തിച്ചാൽ ടിക്കറ്റ് വിൽപ്പനയും ജേഴ്സി വിൽപ്പനയും സ്പോൺസർഷിപ്പും കുത്തനെ ഉയരും. ക്ലബിന്റെ ബ്രാൻഡ് മൂല്യവും അതോടെ വർദ്ധിക്കും. ക്ലബ് അക്കാദമികളും റൊണാൾഡോയുടെ വലിയ ലക്ഷ്യമാണ്. യുവതാരങ്ങളെ വളർത്തി വമ്പൻ ക്ലബ്ബുകൾക്ക് കൈമാറുന്ന ട്രാൻസ്ഫർ മോഡൽ ഇന്ന് ഫുട്ബോളിലെ ഏറ്റവും ലാഭകരമായ ബിസിനസ്സുകളിൽ ഒന്നാണ്. റൊണാൾഡോയുടെ പേരിലുള്ള അക്കാദമികളിലേക്ക് യുവതാരങ്ങളുടെ ഒഴുക്കം സ്വാഭാവികമായും ഉണ്ടാകും. അതിനൊപ്പം സംരക്ഷണാവകാശവും ആഗോള ബ്രാൻഡ് കരാറുകളും വരുമാനത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കും. അടുത്ത ലക്ഷ്യം അൽമേരിയയെ വീണ്ടും സ്പാനിഷ് 1-ാം ഡിവിഷനിലേക്ക് എത്തിക്കുക എന്നതാണ്. പിന്നീട് റയൽ മാഡ്രിഡിനെയും ബാഴ്സലോണയെയും വെല്ലുവിളിക്കുന്ന ക്ലബ്ബാക്കി മാറ്റുക. അതാണ് റൊണാൾഡോയുടെ ദീർഘകാല സ്വപ്നം. കളിക്കാരൻ എന്ന നിലയിൽ നേടിയ വിജയങ്ങൾ ഇനി ക്ലബ് ഉടമ എന്ന നിലയിലും ആവർത്തിക്കാനാണ് പോർച്ചുഗീസ് ഇതിഹാസത്തിന്റെ ശ്രമം. ബൂട്ടഴിച്ചു വെച്ചാലും റൊണാൾഡോ ഫുട്ബോളിൽ നിന്ന് അകലില്ല. ഗോളടിക്കുന്ന സൂപ്പർ താരത്തിൽ നിന്ന് ക്ലബ്ബുകൾ വളർത്തുന്ന ബിസിനസ് സാമ്രാട്ടിലേക്കുള്ള മാറ്റത്തിനാണ് ലോക ഫുട്ബോൾ ഇനി കാത്തിരിക്കുന്നത്.